വിലങ്ങന്നൂർ ശ്രീനാരായണ ഗുരുദേവ ധർമ്മ സമാജം കുടുംബസംഗമം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം സമൂഹത്തിന് പകർന്നു നൽകുന്നതിനായി രൂപീകൃതമായ വിലങ്ങന്നൂർ ശ്രീനാരായണ ഗുരുദേവ ധർമ്മ സമാജത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടും സൗഹൃദം പങ്കിടുന്നതിനും അവരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സന്ദേശം 2025 എന്ന പേരിൽ ഗുരുധർമ്മ പ്രഭാഷണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. സമാജം ഹാളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സമാജം പ്രസിഡന്റ് എം.എൻ. അപ്പക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ശ്രീമദ് ധർമ്മ ചൈതന്യ സ്വാമികൾ ഗുരുധർമ്മ പ്രഭാഷണം നടത്തി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ജ്യോതികുമാർ, സമാജം സെക്രട്ടറി കെ പി ദർശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മഹാ അന്നദാനവും സമാജം കലാസമിതിയുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ ധർമ്മ സമാജം വിലങ്ങന്നൂരിൻ്റെ 2025 കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ഈ ഘട്ടത്തിൽ ഒത്തുചേരുന്ന വളരെ അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭവ ഘട്ടം. ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ഇവിടെ തന്നെയാണ് നിങ്ങളെല്ലാവരും. ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് കാണുന്നുണ്ട്, കലാപരിപാടികൾ ഒരുക്കാനുള്ള പണി കാണുന്നുണ്ട്. കലാപരിപാടികളൊക്കെയായി വൈകുന്നേരം 8:30 മണി വരെ നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഒരു ദിവസം മുഴുവൻ കൂട്ടായി ശ്രീനാരായണ ഗുരുദേവൻ്റെ സമുജ്വലമായിട്ടുള്ള സ്മരണകളെയും വചനങ്ങളെയും ജീവിതത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആധുനിക കാലത്ത് അദ്ദേഹത്തിൻ്റെ ധർമ്മം എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി ചിന്തിക്കാനും അതോടൊപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തെ കൂടുതൽ സ്നേഹപൂർദ്ധമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുചേരലാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു സമയവും മലയാളിക്കുണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞാൽ കേരളമെന്ന ഭൂപ്രദേശത്തെ 3.5 കോടി മലയാളിയെക്കുറിച്ചല്ല, ലോകത്തെ മലയാളിക്കുണ്ടാകില്ല, ലോകത്തിലെ മനുഷ്യനുണ്ടാകില്ല. അന്തരിച്ച മാർപ്പാപ്പ ഒരു പക്ഷേ ലോകത്തു തന്നെ അവസാനം പങ്കെടുത്ത പരിപാടികളിലൊന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷിക ചടങ്ങുമായി ബന്ധപ്പെട്ട് ലോകം നടത്തിയ ആദരവിലായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള വചനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മാത്രം പഠിച്ചാൽ ലോകം എങ്ങനെ തർക്കങ്ങളില്ലാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മളെ അത് പഠിപ്പിക്കും. ലോക സർവമത സമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഒരുപക്ഷെ ലോക സർവമത സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ആ സർവമത സമ്മേളനത്തിൻ്റെ നഗരിയിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ആലുവ അദ്വൈതാശ്രമത്തിലെ ഈ പ്രവർത്തനങ്ങളുടെ മുഖ്യ സംഘാടകനുമായിട്ടുള്ള സ്വാമി സത്യവ്രതനോട് പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒരു സന്ദേശം സർവമത സമ്മേളനത്തിൻ്റെ സ്വീകരണ പന്തലിൽ തന്നെ എഴുതി വയ്ക്കണം എന്നാണ്. അതിനുവേണ്ടി ഒരു സന്ദേശം എഴുതാൻ സഹോദരൻ അയ്യപ്പനെയും ചുമതലപ്പെടുത്തി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒറ്റ സന്ദേശം എടുത്തു നോക്കിയാൽ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ സമൂഹത്തിനകത്ത് നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ അന്തസ്സത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാകും. ലോകത്തിന് പക്ഷേ മലയാളിക്ക്, പ്രത്യേകിച്ച് ഈഴവാദി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന് അമ്പലങ്ങളിൽ കടന്ന ആരാധന അലിഖിതമായ നിയമങ്ങൾ കൊണ്ട് നിരോധിക്കപ്പെട്ടൊരു കാലത്താണ് ഈ കേരളത്തെ മാത്രമല്ല ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്ത നിരവധി പ്രതിഷ്ഠകളിലൂടെ കടന്നു പോകാൻ ശ്രീനാരായണ ഗുരു നേതൃത്വപരമായ പങ്കുവഹിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയില്ല, പുതിയ കാലത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ അവർ വായനാനുഭവങ്ങളിലും ഈ വിഷയങ്ങൾ കടന്നു വരില്ല. നമ്മുടെ നാട് അയിത്തത്തിൻ്റെയും അനാചാരത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ചാതുർവർണ്ണ സൃഷ്ടികളുടെ നടുവിലുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ ഭൂമിയിലൊരു മാടം കെട്ടാനും മലയാളിക്ക് അനുവാദമില്ലാതിരുന്ന ഒരു കാലം.
തമ്പുരാൻ്റെ മുമ്പിലെ നായർ പട്ടാളത്തിൻ്റെ മൂളൽ കേട്ടാൽ ഓരോ വിഭാഗത്തിലെയും ജനങ്ങൾ അടി എണ്ണി അകലെ മാറി നിൽക്കണം എന്ന് ജന്മിത്തവും നാടിവാഴിത്തവും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള മർദ്ദനോപകരണങ്ങളെയും സാക്ഷി നിർത്തി അവതരിപ്പിച്ച ഒരു കാലം. വിവാഹം കഴിച്ചാൽ ചെറുമനായൊരു മനുഷ്യന് തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ ആദ്യത്തെ ചുടുചുംബനം കൊടുക്കുന്നതിന് മുമ്പേ തമ്പുരാൻ്റെ ഉരപ്പരയിൽ ആദ്യ രാത്രി അവകാശത്തിന് ജന്മിക്ക് കാഴ്ചവെക്കണം എന്ന ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കാട്ടുനീതി ഒരു നിയമമാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലം. ഗുരുവായൂരിലും വൈക്കത്തും പട്ടിയും പൂച്ചയും കാക്കയും നടന്നും പറന്നും പോകുന്ന ഇടവഴികളിലൂടെ ഒന്നും നടക്കാൻ പോലും അനുവാദമില്ലാത്ത പൗരാവകാശ നിഷേധത്തിൻ്റെ ജന്മമായി സമൂഹത്തിലെ അവർണൻ എന്ന് വിളിക്കപ്പെട്ട ഒരു മനുഷ്യ കുലത്തെ മാറ്റി നിർത്താൻ ബോധപൂർവം പരിശ്രമിച്ച കാലത്താണ് ഈ കേരളത്തിലൂടെ യാത്ര ചെയ്ത സ്വാമി വിവേകാനന്ദൻ കേരളത്തിൻ്റെ പര്യടനവും പൂർത്തീകരിച്ച് ഇപ്പോൾ വിവേകാനന്ദ പാറ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പേരില്ലാതിരുന്ന പാറപ്പുറത്ത് കന്യാകുമാരിയിൽ കയറിയിരുന്ന് 3 ദിവസത്തെ മൗനധ്യാനവും കഴിഞ്ഞ് തെക്കോട്ട് നോക്കി കേരളത്തിനോട് അലറിയത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിച്ചു. ഇന്ന് കേരളത്തെ നാം വിളിക്കുന്ന ഒരു പേരുണ്ട്, കേരള ദ ഗോഡ്സ് ഓൺ കൺട്രി. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ മലകളും പുഴകളും കാട്ടരുവിയുടെ താളവും കാട്ടാറിൻ്റെ ഒഴുക്കും മനോഹരമായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും കൊണ്ടല്ല, കേരളം മനുഷ്യനായി മാറാൻ വേണ്ടി നടന്ന സമരങ്ങളുടെ ദീർഘമായൊരു പ്രക്രിയ നവോത്ഥാനത്തിൻ്റെ സമരപാതകളിലൂടെ കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയും. അയ്യാ വൈകുണ്ഠസ്വാമികളും ആറാട്ടുപുഴ വേലായുധ പണിക്കരും ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വാഗ്ഭടാനന്ദനും ചട്ടമ്പിസ്വാമികളും പൊയ്കീലപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും പറഞ്ഞാൽ തീരാത്ത വിധം മലയാളത്തിൻ്റെ ജാതി ഭേദാഭിത്വത്തെ ഉടച്ചു തകർത്തു മലയാളത്തിൻ്റെ മണ്ണുഴുതു മറുത്തിട്ട നവോത്ഥാനത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് കേരളത്തിലൂടെ കടന്നുപോയ കാലം. ശ്രീനാരായണ ഗുരു അതിലോരോന്നിനും നടത്തിയിട്ടുള്ള ഗുരുദേവൻ ഓരോന്നിനും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, വചനങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഒരു പുതിയ ലോക സൃഷ്ടിക്ക് നമ്മുടെ നാട്ടിൽ ഇടവന്നു. നമ്മുടെ മക്കൾക്കറിയില്ല എങ്ങനെ നമ്മൾ ഇങ്ങനെ എത്തി എന്ന്. പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വേർതിരിവുകളില്ലാത്തൊരു പുതിയ ലോകം സാധ്യമല്ലാത്തൊരു കാലത്താണ് ശ്രീനാരായണ ഗുരു മലയാളത്തിൻ്റെ മനസ്സിനെ അളന്നു മുറിച്ചിട്ടത്. അരുവിക്കരയിലെ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ആളുകൾ ആരാധിക്കേണ്ട ഒരു ക്ഷേത്രാങ്കണത്തിൻ്റെ ചുവരിൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് സവർണ മേധാവിത്വത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ തേറ്റപ്പല്ലു പറിച്ചുകൊണ്ട് അരുവിക്കരയിൽ നടത്തിയ ആദ്യത്തെ പ്രതിഷ്ഠയിൽ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചു എന്ന് പുതിയ തലമുറയുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്കാകുമോ? ആ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരനാത്മസുഖത്തിനായി വരണം എന്നെത്രയോ കാലം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കമ്പോളവൽകൃത സംസ്കാരത്തിൻ്റെ മുമ്പിൽ അച്ഛനും അമ്മയ്ക്കും മക്കളോടും മക്കൾക്ക് അച്ഛനും അമ്മയോടും സ്നേഹം പോലും ലാഭനഷ്ട കണക്കുകളുടെ ഹരണഗുണന പട്ടിക കൂട്ടിയാണ് നോക്കുക എന്ന് തിരിച്ചറിയാത്ത, അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു കാലത്താണ് ശ്രീനാരായണ ഗുരു എഴുതി വെച്ചത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരനാത്മസുഖത്തിനായി വരണം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് ആ മഹനീയമായിട്ടുള്ള വചനങ്ങളിലൂടെ മലയാളത്തിനെ ഉഴുതുമറിച്ചിടാൻ കരുത്തു പകരുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മളോട് പഠിക്കാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ പഠനമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിമത്തത്തെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്ന് തിരിച്ചറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠകൾ നടത്തുന്നതിനോട് ഒപ്പം തന്നെ പ്രതിഷ്ഠകളുടെ സ്വഭാവത്തിൽ ശ്രീനാരായണ ഗുരു വലിയ മാറ്റം നടത്തി. ശ്രീനാരായണ ഗുരു അരുവിക്കരയിൽ പുഴയിൽ മുങ്ങിയെടുത്ത ശിലയിൽ നിന്നാണ് തൻ്റെ പ്രതിഷ്ഠ ആരംഭിച്ചതെങ്കിൽ പിന്നെ അത് കണ്ണാടിയിലേക്ക്, ദീപത്തിലേക്ക്, കണ്ണാടി പ്രതിഷ്ഠയും ദീപപ്രതിഷ്ഠയും ഒരുപക്ഷെ ലോകത്ത് നടത്തിയ ഒരു ഗുരുദേവനും ലോകചരിത്രത്തിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഒരു ദിവസം ശ്രീനാരായണ ഗുരുവിനോട് നല്ല നട്ടുച്ച നേരത്ത് കൊളുത്തി വെച്ച ദീപത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, ഗുരുദേവ,
ഇത്ര വലിയ വെളിച്ചമുള്ള നേരത്ത്, സൂര്യൻ നമ്മളെ നോക്കി ഇത്ര കടുപ്പത്തിൽ പ്രകാശിക്കുന്ന നേരത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു നിലവിളക്ക് അങ്ങ് കൊളുത്തി വയ്ക്കുന്നത് എന്ന ചോദ്യം. സുസ്മേരവദനായി ശ്രീനാരായണ ഗുരു മറുപടി പറഞ്ഞു, ശിഷ്യ, ഇത് നിനക്കെന്നെയും എനിക്ക് നിന്നെയും കാണാനുള്ള വെളിച്ചമല്ല, നമ്മുടെ മനസ്സുകളിലേക്ക് തിരിച്ചു നോക്കാൻ കരുത്തു പകരുന്നൊരു വെളിച്ചമാണ്. കണ്ണാടി പ്രതിഷ്ഠയിലേക്ക്, ദീപപ്രതിഷ്ഠയിലേക്കൊക്കെ ശ്രീനാരായണ ഗുരു നടന്നു പോയത് പുതിയ കാലത്തിൻ്റെ നവോത്ഥാന നടപടികളിൽ മനുഷ്യനായ മലയാളിയെ സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ നടുവിലായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ മനുഷ്യൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്ന് ഈ ഘട്ടത്തിലെങ്കിലും ചിന്തിക്കാതെ പറ്റില്ല. പാലക്കാട് അമ്മയെ ആദ്യം കൊന്ന് ജയിലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം അച്ഛനെയും അച്ഛമ്മയെയും കൊന്ന് പിടിക്കപ്പെടാതിരിക്കാൻ മലകയറി പോവുകയും വിശപ്പ് വല്ലാതെ വന്ന് ആക്രമിക്കപ്പെട്ടപ്പോൾ തിരിച്ചു വരികയും ചെയ്ത ചെന്താമര തൻ്റെ രണ്ട് കൈയിലുമിട്ട വിലങ്ങിൻ്റെ നടുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വടക്കു നോക്കി യന്ത്രം പോലെ ഇടത്തുനിന്ന് വടക്കോട്ടും വടത്തുനിന്ന് ഇടത്തോട്ടും തല തിരിച്ചുകൊണ്ടേയിരുന്നത് രക്ഷപ്പെടാനുള്ള വഴി നോക്കാനല്ല, തൻ്റെ കയ്യിൽ പെടാതെ പോയ രണ്ടു മക്കൾ എവിടെ പോയി എന്ന് നോക്കാനാണ്. എന്ത് ക്രൂരമാണ് നമ്മുടെ പുതിയ ലോകം. അഭിനവ കംസൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഹരികുമാരനെ മലയാളം പരിചയപ്പെട്ടു. തൻ്റെ സഹോദരിയുടെ പുത്രനെ, 2.5 വയസ്സുള്ള കുഞ്ഞിനെ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന ഒരു പുതിയ കംസൻ. സാധാരണ പോലീസ് കേസെടുക്കുമ്പോൾ കേസിൽ പ്രതിയാക്കപ്പെട്ടയാൾ ശിക്ഷിക്കപ്പെടാൻ എന്താണ് ഈ മരണത്തിനുള്ള അയാളുടെ താല്പര്യം എന്നെഴുതി ചേർക്കണം. ഇൻറ്റൻഷൻ ഓഫ് ദ മർഡർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്തുകൊണ്ട് അയാൾ ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകി? ഹരികുമാരനോട് പോലീസുകാരൻ ചോദിച്ചു, എന്തിന് നിങ്ങൾ 2.5 വയസ്സുള്ള പേരക്കുട്ടിയെ കൊന്നു? എനിക്കപ്പോൾ അങ്ങനെ തോന്നി എന്ന് മാത്രം, ഒരു വിലയുമില്ലാതെ കൊലപാതകിയായ ഒരു അമ്മാവൻ്റെ മറുപടി. 23 വയസ്സുള്ള ഒരാളെ നമ്മൾ എന്തു പേര് ചൊല്ലി വിളിക്കും? ചെക്കനെന്ന് വിളിക്കും, പയ്യനെന്ന് വിളിക്കും, കുഞ്ഞെന്ന് വിളിക്കും, മോനെന്ന് വിളിക്കും. കേരളത്തിൻ്റെ തന്നെ പല ഭാഷകളിലെ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഒരു 23കാരനെ വിളിക്കുന്ന ഏത് വാക്കു പ്രയോഗിച്ചാലും അങ്ങനെ ഒരു 23കാരൻ്റെ മനസ്സിലുണ്ടാകാൻ പറ്റുന്ന ക്രൂരതയുടെ അളവെത്ര എന്ന് നമുക്കറിയാമല്ലോ. 3 മണിക്കൂറാണ് തുടർച്ചയായി ഉമ്മൂമ്മയെ കൊന്നാരംഭിച്ച് ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ച് വല്ലുപ്പയെയും വല്ലുമ്മയെയും കൊന്നുകളഞ്ഞ് അമ്മയുടെ വയറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാണെങ്കിലും അതേ സ്ഥലത്ത് നിന്ന് ജനിച്ചു വീണ കൂടപ്പുറപ്പിനെ കൊന്ന് തന്നെ മാത്രം പ്രതീക്ഷിച്ച് ഇറങ്ങി വന്ന പ്രണയിനിയായിട്ടുള്ള കാമുകിയെയും കൊന്ന് 6 പേരെ കൊല്ലാനുള്ള പരിശ്രമത്തിൽ 5 പേരെ കൊന്ന് വിജയശ്രീലാളിതനായി നടന്നു പോയ ഒരു ചെക്കൻ്റെ പ്രായം 23 മലയാളത്തിൽ. ദൈവമേ, ഇങ്ങനെ മനുഷ്യരുണ്ടാകുന്നു എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകില്ലേ? ദൈവമേ, എങ്ങനെ ക്രൂരമായൊരു മനസ്സ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള മലയാളിക്കുണ്ടാകുന്നു എന്ന ചോദ്യം നമുക്കുണ്ടാകില്ലേ? ചോറ്റാനിക്കരയിൽ ദൈവാലങ്കാരത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കൈക്കുമ്പിളിൻ്റെ താഴെയാണ് 19 വയസ്സായ ഒരു പെൺകുട്ടി തൻ്റെ സുഹൃത്തിൻ്റെ കഠിനമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി 6 ദിനരാത്രങ്ങൾ ശരീരത്തിലെ ഓരോ അണുവിലുമുണ്ടായ വേദന കടിച്ചമർത്തി ആശുപത്രി കിടക്കയിൽ നിന്ന് നമ്മളോട് വിട പറഞ്ഞ് യാത്ര തിരിച്ചത്. മലയാളത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ചില മുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുന്നു. SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു. CBSEയുടെ റിസൾട്ട് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ വരും. SSLC പരീക്ഷയുടെ കേരള സിലബസും കേന്ദ്ര സിലബസിൻ്റെയും റിസൾട്ട് വരുമ്പോൾ നമ്മുടെ അമ്മമാർ അച്ഛന്മാർ നെട്ടോട്ടമാണ് മക്കളെ പഠിപ്പിക്കാൻ. എവിടെ, എങ്ങനെ, ഏത്? ഇപ്പോഴേ ടെൻഷൻ ആരംഭിച്ചു. മകനെ ക്ലർക്കാക്കണോ, മകനെ വക്കീലാക്കണോ, മകനെ ജഡ്ജിയാക്കണോ, പോലീസാക്കണോ, കളക്ടറാക്കണോ, ശാസ്ത്രജ്ഞനാക്കണോ, പ്രഭാഷകനാക്കണോ, പ്രൊഫസറാക്കണോ? ഇതൊക്കെ മക്കളായിക്കൊള്ളും. സ്വാമി, ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്. ഞാൻ അന്തിക്കാട് ജനിച്ച ഒരാളാണ്, ഇപ്പോൾ ഒല്ലൂക്കാരനാണെങ്കിലും. ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് സാമാന്യം മോശമല്ലാത്ത മാർക്കും മേടിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം, പ്രീ ഡിഗ്രിക്ക് എവിടെ പഠിക്കാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ പ്രീ ഡിഗ്രി ഇല്ല, +1ഉം +2ഉമാണ്. ഞാൻ പറഞ്ഞു, വീരശൂര പരാക്രമികളായിട്ടുള്ള എൻ്റെ ചേട്ടന്മാരൊക്കെ പഠിച്ചിട്ടുള്ള കേരളവർമ്മ കോളേജിൽ പോയി പഠിക്കണം. എനിക്ക് സ്വന്തം ചേട്ടനില്ല, ചുറ്റുവട്ടത്തുള്ള ചേട്ടന്മാർ. അച്ഛൻ പറഞ്ഞു,
നാട്ടിക കോളേജിൽ പോയാൽ 15 മിനിറ്റ് KK മേനോൻ ബസ്സിൽ അങ്ങോട്ടും 15 മിനിറ്റ് ഇങ്ങോട്ടും സുഖമായിട്ട് പഠിച്ചു പോരാലോ. ഞാൻ പറഞ്ഞു കേരളവർമ്മ കോളേജിൽ പോയി പഠിക്കണം എന്നെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ പായിക്കണ്ടത്ത് നിന്ന് കേരളവർമ്മ കോളേജിലോ വിമല കോളേജിലോ സെൻറ്റ് മേരീസ് കോളേജിലോ സെൻറ്റ് തോമസ് കോളേജിലോ ഡിഗ്രിക്ക് പഠിപ്പിക്കാൻ ഒരു കുട്ടിക്ക് അപേക്ഷ മേടിക്കാൻ അച്ഛൻ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വെലങ്ങന്നൂർ വന്നിറങ്ങുന്നതിന് മുമ്പേ പ്രിട്ടോറിയ യൂണിവേഴ്സിറ്റിയുമായിട്ട് വീട്ടിലിരിക്കുന്ന കുട്ടി കരാറുണ്ടാക്കി കാണും. ATM കാർഡ് അച്ഛൻ വീട്ടിൽ വെച്ചിട്ടാണ് പോയതെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അങ്ങോട്ടുള്ള ടിക്കറ്റും എടുത്ത് കാണും. ആകെയുള്ള വഴി നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിൽ മുകളിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ള പ്രത്യേക ഗാലറിയിൽ കയറി നിന്നിട്ട് ആകാശത്തേക്ക് പറന്നു പോകുന്ന മുഖനെ നോക്കി പാത്രയാകുന്ന വിമാനത്തിന് നേരെ കൈ ടാറ്റ കാണിക്കാം എന്നല്ലാതെ മക്കളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഒരു ലോകം ചെറുതാവുകയാണ്, മക്കളുടെ മനസ്സ് വലുതാവുകയാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് അരുൾ ചെയ്തതുപോലെ അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരനാത്മസുഖത്തിനായി വരണമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ടാക്കാൻ നമ്മുടെ മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ നഴ്സോ വക്കീലോ ജഡ്ജിയോ പോലീസോ കളക്ടറോ ആകണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ആരാകണമെന്ന് ആധുനിക കാലത്തിൻ്റെ കമ്പോളം നിരന്തരമായി പല വിധത്തിലുള്ള കെട്ടുകാഴ്ചകൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു മറുപടിയെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മ സമാജത്തിലെ മനുഷ്യർക്കും മക്കൾക്കും ഉണ്ടാകാൻ പാടൂ. അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മുമ്പിലുള്ളൊരു പ്രതിജ്ഞയാണ്, പ്രാർത്ഥനയാണ്, ലോകത്തിന് നാം കൊടുക്കുന്ന ഒരു വാക്കാണ്. ഞങ്ങളുടെ മക്കളെ ആരാക്കും എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്ന് മറുപടി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നാം ഇങ്ങനെ കൂടിയിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ദീർഘമായൊരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. ഗുരുധർമ്മ പ്രഭാഷണം അതിഗംഭീരമായി നമ്മുടെ ധർമ്മചൈതന്യ ശ്രീമദ് സർവചൈതന്യ സ്വാമി നിർവഹിച്ചതായി എല്ലാവരും ഇവിടെ രേഖപ്പെടുത്തിയതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞു തുടങ്ങിയാൽ മണിക്കൂറുകൾ എത്ര എടുത്താലും തീരാത്ത വിധത്തിൽ അനുഭവങ്ങളുടെ ആഴത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ മുമ്പിലുണ്ടാകും. പക്ഷേ അതെല്ലാം പഠിക്കാൻ പുതിയ കാലത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്കാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണിത്. ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് വിവരവും നമുക്ക് കൈമാറാൻ കഴിയുന്ന വിധത്തിൽ വിവര സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. അതിന് പുതിയ ഡോക്ടർമാരെ ഉണ്ടാക്കാം, പുതിയ എഞ്ചിനീയർമാരെ ഉണ്ടാക്കാം, ലോകത്താർക്കും അറിയാത്ത വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനുഷ്യനും ഉണ്ടാക്കാനാകില്ല. വിവേകവും വിചാരവുമുള്ള സർഗചിന്തകളുടെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന, സഹജീവികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ കഴിയുന്ന, മാനവിക നന്മയുടെ നന്മ മരങ്ങളായി മാറുന്ന മനുഷ്യനെ സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധ്യമല്ല എന്ന തിരിച്ചറിവോടെ ആ മനുഷ്യനിലാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് ചിന്തിക്കാൻ കഴിയും വിധം നമ്മുടെ കുടുംബ സംഗമത്തിൻ്റെ അന്തരീക്ഷം മാറട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആശംസിക്കുന്നു. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന കലാപരിപാടികളുടെ മികവിൽ ഇന്ന് മുഴുവൻ നിങ്ങളിങ്ങനെ കൂടിയിരിക്കാൻ നിശ്ചയിച്ചതിൽ നിങ്ങളോടുള്ള സന്തോഷം അറിയിക്കുന്നു. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക.